PSC ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ HSI സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ HSI സോഷ്യൽ സയൻസ് സിലബസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ നമ്മൾ HSI സോഷ്യൽ സയൻസ് നോട്ടിഫിക്കേഷൻ എന്തുകൊണ്ട് വന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ മാരത്തോൺ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് HSI സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി പോർഷനാണ് പഠിക്കാൻ എടുത്തേക്കുന്നത്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. HSI സോഷ്യൽ സയൻസിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും LP സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷയിൽ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സമഗ്രമായൊരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ കോൺടാക്റ്റ് വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LP UPയുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ മെസ്സേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം HSI സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും ചന്ദ്രഗുപ്ത മൗര്യനെക്കുറിച്ചും. അപ്പോൾ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചാണ്, മൗര്യ ഡൈനാസ്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൗര്യ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇത് സിലബസിലുള്ള ടോപ്പിക്കാണ്. 100% സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ക്ലാസ് നൽകുക. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോരാൻ ഓർക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാം മൗര്യ സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ച്. പ്രത്യേകതയാണ് മൗര്യ സാമ്രാജ്യത്തിനുള്ളത്. എന്തൊക്കെ പ്രത്യേകതയാണ്? ഓരോരോ പ്രത്യേകത നിങ്ങൾ നോർത്തേ. ഒന്നാമത്തെ പ്രത്യേകത, ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം. ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യമാണേത്? നമ്മുടെ മൗര്യ സാമ്രാജ്യം. എന്താ പ്രത്യേകത? ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യമാണ്. ആരാണ് ഈ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്? ഇപ്പം തന്നെ അങ്ങ് പഠിച്ചേ, ചന്ദ്രഗുപ്ത മൗര്യൻ. ആരാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്? ചന്ദ്രഗുപ്ത മൗര്യനാണ് ഈ മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ എന്ന് പറയുന്നത്. ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. ഇനി മൗര്യന്മാരുടെ തലസ്ഥാനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതു പേരിൽ അറിയപ്പെടുന്നത്? പാടലിനീപുത്രം എന്ന പേരിലാണ് ഈ മൗര്യന്മാരുടെ തലസ്ഥാനം അറിയപ്പെടുന്നത്. ഏത് വംശത്തെ പരാജയപ്പെടുത്തിയാണ് മൗര്യന്മാർ മഗധയുടെ ഭരണം പിടിച്ചെടുത്തത്? ഏത് വംശത്തെ പരാജയപ്പെടുത്തിയാണ്? നന്ദവംശത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ മൗര്യന്മാർ മഗധയുടെ ഭരണം പിടിച്ചെടുത്തത്. ഏത് നന്ദരാജാവിനെ പരാജയപ്പെടുത്തിയാണ് ചന്ദ്രഗുപ്തൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്? ആരാണ്? ധനനന്ദനെയാണ് കേട്ടോ. ധനനന്ദനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ നമ്മളിപ്പോൾ നോക്കി? ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം ഏതാ? മൗര്യ സാമ്രാജ്യമാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യനാണ്. മൗര്യ സാമ്രാജ്യരുടെ തലസ്ഥാനം പാടലിനീപുത്രമാണ് അല്ലേ? ഈ പാടലിനീപുത്രമാണ് അവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നന്ദവംശത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്യുന്നത്? മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ നന്ദവംശത്തെ പരാജയപ്പെടുത്തിയെന്ന് പറഞ്ഞു. നന്ദവംശത്തിൽ ഏത് രാജാവിനെയാണ് പരാജയപ്പെടുത്തിയത്? ധനനന്ദനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. ഇനി മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഹൈന്ദവ കൃതി എന്ന് വയ്ക്കുകയാണെങ്കിൽ വിഷ്ണു പുരാണങ്ങളാണ് കേട്ടോ. എന്താണ്? മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഹൈന്ദവ കൃതിയാണ് വിഷ്ണു പുരാണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനാണ് ഈ മൗര്യ രാജവംശം സ്ഥാപിച്ചതെന്ന് പറഞ്ഞല്ലേ. എന്തൊക്കെയാണ് ചന്ദ്രഗുപ്തൻ്റെ പ്രത്യേകത നമുക്ക് നോക്കിയാലോ. ഭാരതത്തിലെ ആദ്യ ചക്രവർത്തിയെ കണക്കാക്കപ്പെടുന്ന വ്യക്തി. നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം മൗര്യ സാമ്രാജ്യം ആയതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ആദ്യ ചക്രവർത്തിയായിട്ട് കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രത്യേകതകളാണ് നമ്മളോട് പറയുന്നത്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ പ്രത്യേകത നോക്കിക്കേ. ഒന്നാമത്തെ പ്രത്യേകത എന്താ? ഭാരതത്തിലെ ആദ്യ ചക്രവർത്തിയാണ്. 2, ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യയിൽ ആദ്യമായി വെള്ളി നാണയങ്ങൾ വൻതോതിൽ പുറത്തിറക്കിയ രാജാവ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളി നാണയങ്ങൾ വൻതോതിൽ പുറത്തിറക്കിയത് ആരാണ്? ഈ ചന്ദ്രഗുപ്ത മൗര്യനാണ്. യുദ്ധത്തിൽ പരാജയപ്പെട്ടവനെ തുടർന്ന് ചന്ദ്രഗുപ്തൻ മൗര്യന് മകളെ വിവാഹം ചെയ്ത് നൽകിയ ഗ്രീക്ക് ഭരണാധികാരി
ആരാണ്? നിക്കേറ്റർ ആണ് കേട്ടോ. സെലൂക്കസ് നിക്കേറ്റർ ആണ് യുദ്ധത്തിൽ പരാജയപ്പെട്ടവനെ തുടർന്ന് ചന്ദ്രഗുപ്ത മൗര്യന് മകളെ വിവാഹം ചെയ്ത് നൽകിയ ഗ്രീക്ക് ഭരണാധികാരി ആരാണ്? അത് നിക്കേറ്റർ ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സദസ്സിലേക്ക് സെലൂക്കസ് അയച്ച ഗ്രീക്ക് അംബാസഡറാണ് മെഗാസ്തനിസ്. മെഗാസ്തനിസിൻ്റെ പ്രത്യേകത എന്താണ്? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സദസ്സിലേക്ക് സെലൂക്കസ് നിക്കേറ്റർ അയച്ച ഗ്രീക്ക് അംബാസഡർ ചോദിക്കുകയാണെങ്കിൽ അതാരാണ്? മെഗാസ്തനീസ് ആണ്. മെഗാസ്തനീസിൻ്റെ പ്രശസ്ത കൃതിയാണ് ഇൻഡിക്ക. മെഗാസ്തനീസിൻ്റെ പ്രശസ്ത കൃതി ഏതാണ്? ഇൻഡിക്കയാണ് കേട്ടോ, ഇൻഡിക്ക. ഇനി ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിയ പ്രാചീന ഗ്രന്ഥം എന്നുകൂടി പ്രത്യേകത എന്തിനുണ്ട്? ഇൻഡിക്കയ്ക്കുണ്ട്. അപ്പോൾ ഇൻഡിക്കയുടെ പ്രത്യേകത എന്താണ്? മെഗാസ്തനീസിൻ്റെ പ്രശസ്ത കൃതിയാണ് ഇൻഡിക്ക. ഇൻഡിക്കയുടെ പ്രത്യേകത എന്താ? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണത്തെപ്പറ്റി വിവരങ്ങൾ നൽകുന്ന പ്രാചീന ഗ്രന്ഥം എന്ന പ്രശസ്തി കൂടി ഇൻഡിക്കയ്ക്ക് സ്വന്തമാണ്. ഇനി പുരാതന ഇന്ത്യയിൽ ആദ്യമായി മുനിസിപ്പൽ ഭരണം ആരംഭിച്ച ചന്ദ്രഗുപ്തനാണ്. പുരാതന ഇന്ത്യയിൽ ആദ്യമായിട്ട് മുനിസിപ്പൽ ഭരണം ആരംഭിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. പുരാതന ഇന്ത്യയിലെ കനേഷ്കുമാരി തുടക്കമിട്ട ഭരണാധികാരി. എന്താണ്? പുരാതന ഇന്ത്യയിൽ കനേഷ്കുമാരിക്ക് തുടക്കമിട്ട ഭരണാധികാരി ചന്ദ്രഗുപ്ത മൗര്യനാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ ഗ്രീക്ക് രേഖകളിൽ സാൻഡ്രോ കോട്ടസ് എന്ന് വിശേഷിപ്പിക്കുന്ന ചന്ദ്രഗുപ്ത മൗര്യനെയാണ്. ഗ്രീക്ക് രേഖകളിൽ സാൻഡ്രോ കോട്ടസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ചന്ദ്രഗുപ്ത മൗര്യനെയാണ്. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തി എന്ന പരാമർശം കൂടി ആർക്കുണ്ട്? ചന്ദ്രഗുപ്ത മൗര്യന് ഉണ്ട് എന്ന് ഓർക്കുക. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്? ഒന്ന് ഓർത്തു നോക്കിക്കേ. ഭാരതത്തിലെ ആദ്യ ചക്രവർത്തിയെ കണക്കാക്കപ്പെടുന്നു ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണവ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കേന്ദ്രീകൃത ഭരണവ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി വെള്ളി നാണയങ്ങൾ വൻതോതിൽ പുറത്തിറക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് വെള്ളി നാണയങ്ങൾ വൻതോതിൽ പുറത്തിറക്കുന്നു. യുദ്ധത്തിൽ പരാജയപ്പെട്ടവനെ തുടർന്ന് ചന്ദ്രഗുപ്ത മൗര്യന് മകളെ വിവാഹം ചെയ്ത് നൽകിയ ഗ്രീക്ക് ഭരണാധികാരി ആരാണ്? സെലൂക്കസ് നിക്കേറ്റർ ആണ്. ഈ സെലൂക്കസ് നിക്കേറ്റർ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സദസ്സിലേക്ക് അയച്ച അംബാസഡറാണ് മെഗാസ്തനീസ്. മെഗാസ്തനീസിൻ്റെ പ്രശസ്തമായ കൃതിയാണ് ഇൻഡിക്ക എന്ന് പറയുന്നത്. ഇൻഡിക്കയിൽ എന്തിനെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്? ചന്ദ്രഗുപ്തൻ്റെ ഭരണത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുരാതന ഇന്ത്യയിൽ ആദ്യമായി മുനിസിപ്പൽ ഭരണം ആരംഭിച്ചത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാലത്താണ്. അതുപോലെ പുരാതന ഇന്ത്യയിലെ കനേഷ്കുമാരിക്ക് തുടക്കം കുറിച്ച് ചന്ദ്രഗുപ്ത മൗര്യനാണെന്ന് ഓർക്കുക. ഗ്രീക്ക് രേഖകളിൽ സാൻഡ്രോ കോട്ടസ് എന്ന് വിശേഷിക്കപ്പെടുന്ന ചന്ദ്രഗുപ്ത മൗര്യനെയാണ്. തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തിയും ആര് തന്നെയാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ മൗര്യ സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം. മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യനാണ്. മൗര്യന്മാരുടെ തലസ്ഥാനം പാടലിപുത്രമാണ്. മൗര്യന്മാർ എന്താണ്? നന്ദവംശത്തെ ധനനന്ദനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരത്തിൽ വരുന്നത്. മൗര്യന്മാരെക്കുറിച്ച് പരാമർശിക്കുന്ന ഹൈന്ദവ കൃതിയാണ് വിഷ്ണു പുരാണങ്ങൾ എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മൗര്യ സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഇനിയും മറ്റുള്ള രാജാക്കന്മാരെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഇനിയും വേറെ ഒത്തിരി പേരെക്കുറിച്ച് ഈ ഒരു ഇതിനകത്ത് പഠിക്കാനുണ്ട്. മൗര്യഭരണത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ അതിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെക്കുറിച്ചൊക്കെ പഠിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതൊരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.